റിയൽമി C71 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. 7700 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പം വളരെ മികച്ച ബാറ്ററി സെറ്റപ്പൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അല്ല, ഇൻട്രസ്റ്റിംഗ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാത്രം നോക്കിയാൽ പോരല്ലോ, ബാക്കി ഫീച്ചേഴ്സും കൂടി അടിപൊളി ആവണ്ടേ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ. എന്തായാലും നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. ആദ്യം നമുക്ക് ബാറ്ററിയുടെ കാര്യം തന്നെ നോക്കാം. അപ്പം ഇതിൽ 6300 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം അത് വളരെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി അല്ലേ, പ്രത്യേകിച്ച് 7700 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 6 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് അല്ല, റിവേഴ്സ് ചാർജിങ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് വേറെ ഡിവൈസുകൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, ഒരു വയറൊക്കെ ഉപയോഗിച്ചിട്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, നല്ല ബാറ്ററി കപ്പാസിറ്റി തന്നെ വരുന്നുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റാണെന്നൊന്നും ഞാൻ പറയില്ല. 18 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും 15 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് ഞാൻ ഓക്കെ എന്നേ പറയുള്ളൂ. എന്തായാലും മികച്ചൊരു ബാറ്ററി സെറ്റപ്പുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണൊക്കെ തന്നെയാണ് ഇത് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി ഫീച്ചേഴ്സും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇതിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. LCD പാനലാണ് ഇതിൽ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെ എന്ന് പറയാമല്ലോ. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. 90.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 563 നിറ്റ്സ് ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാമല്ലോ. ഇവിടെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര മികച്ചതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 4G എന്ന സ്മാർട്ട് ഫോൺ വരുന്നില്ല. അതുപോലെ തന്നെ മോട്ടോ G05 എന്നുള്ള സ്മാർട്ട് ഫോണൊക്കെ വരുന്നില്ലേ. ഇപ്പം അതിൽ നമുക്ക് പഞ്ചോൾ ഡിസൈനൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇപ്പം ഇതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുള്ളൂ. അപ്പം മെയിനായിട്ട് നിങ്ങളുടെ ഡിസ്പ്ലേ ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈനൊക്കെ ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലുണ്ട്. പിന്നെ ഇപ്പം ഇറങ്ങുന്ന ചില ഫോണുകളിൽ നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചതാണെന്ന് പറയില്ല. അപ്പോൾ ഒരു പഞ്ചോൾ ഡിസൈനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. ഇനി പ്രോസസ്സറിൻ്റെയും പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T7250 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെ അല്ലേ. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് വരുന്നത്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് 12GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും പെർഫോമൻസൊക്കെ ഇതിൽ ലഭിക്കും എന്ന് പറയാമല്ലോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിലല്ലേ പോക്കോ C75 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. അതിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സർ വരുന്നില്ലേ, അത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറല്ലേ. അതുമാത്രമല്ല അതിൽ 5G സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സംഭവം ശരിയാണ്, എല്ലാ സിമ്മുകളുടെയും സപ്പോർട്ട് അതിലില്ല. എന്നാലും ചില സിമ്മുകളുടെ 5G സപ്പോർട്ട് നമുക്ക് അതിൽ കിട്ടുന്നില്ലേ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രോസസ്സറിൻ്റെയും കണക്ടിവിറ്റിയുടെയും കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമുക്ക് വലിയൊരു ക്യാമറ പെർഫോമൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ അല്ലേ? അത് ശരിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വലിയൊരു ക്യാമറ പെർഫോമൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഓക്കെ എന്ന് പറയാം. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യമല്ലേ. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് IP റേറ്റിംഗ് തന്നെ കിട്ടാറില്ല. അപ്പം IP54 റേറ്റിംഗ് എന്നുള്ളത് എടുത്തു വരേണ്ട ഒരു കാര്യമല്ലേ. അതുപോലെ തന്നെ MILSTD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. പൊതുവേ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അതും നല്ലൊരു കാര്യമല്ലേ. അത് ഞാൻ അംഗീകരിക്കുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 201 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.94 mm ആണ്. ഈ ഫോണിൻ്റെ ഒബ്സിഡിയൻ ബ്ലാക്ക്, സീ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞിടത്ത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സിംഗിൾ സ്പീക്കർ വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 4G അതുപോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ ഒക്കെ ചില ഫോണുകൾ വരുന്നുണ്ട്.
ഇതിലൊക്കെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ പ്രശ്നമാണെന്ന് പറയുന്നില്ല, പക്ഷേ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഓപ്ഷൻ ഉണ്ട്. അതും ശരിയാണ്. പിന്നെ വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 7699 രൂപയാണ്. അതുപോലെ തന്നെ 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 8699 രൂപയാണ്. പിന്നെ 6 GB റാം വെർഷനിൽ ഇനീഷ്യലി ചില ബാങ്ക് ഓഫേഴ്സൊക്കെ ഉണ്ട്, 700 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ എക്സ്ട്രാ ആയിട്ട് IP54 റേറ്റിങ്ങും MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്നല്ല, എന്നാലും ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. ശരിയാണ്, നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചോൾ ഡിസൈനുള്ള ചില ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലും ഈ ഫീച്ചേഴ്സ് ഉണ്ട്. അല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന പോക്കോ C75 5G പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിലും അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ആ ഒരു ഫോണിൽ നമുക്ക് 5G സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ 5G സിമ്മും സപ്പോർട്ട് ചെയ്യില്ല. ജിയോയുടെ സിമ്മ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്നാലും ജിയോയുടെ 5G സിം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്, ഇപ്പം 5G സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്, ടെക്നോ പോപ്പ് 9 4G പോലുള്ള ഫോണുകളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ബാറ്ററി അല്ല, ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട്, അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.